നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ എത്ര നാളായിട്ട് കണിമംഗലത്ത് നിൽക്കുക. അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി നിൽക്കണ്ടേ? പാവങ്ങള് എന്നെ കാണാതെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നന്നായി ചിരിച്ചോണ്ട് പറയുന്നുണ്ട് നീ. ഉള്ളെന്താണെന്ന് ഏട്ടനറിയാം. ഈ ഭൂമിയിലുള്ള സകല പെണ്ണുങ്ങൾ ചത്തുപോയാൽ പോലും ഒരു പെണ്ണെന്ന രീതിയിൽ നിന്നെ ഞാൻ തിരിഞ്ഞു നോക്കില്ല. ഇതിൽ കൂടുതൽ എങ്ങനെയാ ഞാൻ നിനക്ക് പറഞ്ഞു തരിക? മാറങ്ങോട്ട്. ഇതെന്ത് മനുഷ്യനാ? ഒരിക്കൽ കെട്ടിപ്പിടിക്കാം, അത് കഴിയുമ്പോ തള്ളി മാറ്റാം. വട്ടിനെ ചികിത്സിക്കേണ്ടത് എന്നെയല്ല, ഇയാളെയാ. ഞാൻ പോവാ. എന്റെ മനസ്സിൽ എന്നും നല്ല ഓർമ്മയായിട്ട് ഇയാളുണ്ടാവും. ഒന്നിച്ചു ചേരാനാകാഞ്ഞിട്ടും ഇന്നും കൃഷ്ണനെ പ്രണയിച്ച രാധയില്ലേ, അതുപോലെ ഭഗവാന്റെ മുന്നില് എന്റെ പ്രാർത്ഥന എന്നും ഇയാളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയാ. തന്നെ കണ്ട ആദ്യ നിമിഷം മുതൽ എന്റെ മനസ്സിലുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. സത്യം ചെയ്യടി. സത്യം ചെയ്യാതിരിക്കുകയോ അത് പാലിക്കാതിരിക്കുകയോ ചെയ്താൽ ഇന്ന് ഈ വീട്ടിൽ നിന്റെ അവസാനത്തെ ദിവസമാണ്. ഞാൻ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സത്യം ചെയ്യടി. വാമോളെ. ഏട്ടാ, ഞാൻ നാളെ രാവിലെ ആറ്റുശ്ശേരിയിലേക്ക് തിരിച്ചു പോവാ. എന്താ പെട്ടെന്നൊരു തീരുമാനം? കൽപ്പന അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ? ഏട്ടത്തി അങ്ങനെ പറഞ്ഞതുകൊണ്ടെന്നല്ല. മാത്രല്ല, ഞാൻ എത്ര നാളായിട്ട് കണിമംഗലത്ത് നിൽക്കുക. അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി നിൽക്കണ്ടേ? പാവങ്ങള് എന്നെ കാണാതെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്.
നന്നായി ചിരിച്ചോണ്ട് പറയുന്നുണ്ട് നീ. ഉള്ളെന്താണെന്ന് ഏട്ടനറിയാം. ഏട്ടൻ പറഞ്ഞ ഇവിടെ നിൽക്കോ കുറച്ചു നാളുകൂടി? വേണ്ടേട്ടാ. ഈ സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്താന്നൊക്കെ പറയാറില്ലേ, അതാ നല്ലത്. ഞാനിവിടെ നിന്നതിന്റെ ഉദ്ദേശം പൂർണ്ണമായില്ലേ? എന്റെ ഏട്ടൻ നടന്നല്ലോ. ഞാൻ പോവാ. ഇനി ഇവിടെ നിങ്ങളുടെ ജീവിത, ഏട്ടന്റെയും ഏട്ടത്തിയുടെയും വരുണിന്റെയും പ്രിയങ്കയുടെയും. ആശംസയൊക്കെ കൊള്ളാം. പക്ഷെ ഈ പറഞ്ഞ 4 പേര് എവിടെയാ നിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ മാറുന്നേ. ഏട്ടനിൽ ഏട്ടത്തിക്കുണ്ടായ അയോഗ്യത എന്താ? ഏട്ടൻ തളർന്നിരുന്ന് പോയതല്ലേ. അത് മാറിയ പിന്നെന്താ കുഴപ്പം? എല്ലാം തികഞ്ഞൊരു ഭർത്താവിനെ സ്വപ്നം കാണുന്ന ആള് ഇനിയിപ്പോ ഏട്ടനെ കണ്ടാ പോരെ. പിന്നെ വരുണിന്റെയും പ്രിയങ്കയുടെയും കാര്യം, അവർക്കിടയിൽ എന്തോ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഏട്ടനൊരു നല്ല കുടുംബജീവിതം നയിക്കുമ്പോ ഏട്ടനൊന്ന് വരുണിനെ ഉപദേശിക്കണം. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോ അച്ഛൻ എന്നോട് പറഞ്ഞതാ, പ്രിയങ്കയുടെയും വരുണിന്റെ ജീവിതത്തിന് നീ കാവലാവണമെന്ന്. തിരിച്ചു പോകുമ്പോ ആ കാവല് ഞാൻ ഏട്ടനെ ഏൽപ്പിക്ക. എത്ര നന്നായിട്ടാ നീ സംസാരിക്കുന്നേ. എങ്ങനെയാടി നിനക്ക് ഇങ്ങനെ പറ്റണേ? നിന്റെ നിർബന്ധങ്ങളുടെ സ്വഭാവം ഏട്ടൻ അറിയാം. അതുകൊണ്ട് ഏട്ടൻ ഇനി അപേക്ഷിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ കാണാൻ വരണം നീ. ഏട്ടൻ ആറ്റുവാശ്ശേരിയിലേക്കും വരും. എന്റെ അനിയത്തി അവിടെ ഇല്ലേ? ഏട്ടാ, പിന്നൊരു കാര്യം കൂടിയുണ്ട്. എന്താ? ഏട്ടന് വരുണിന്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. വരുണിന്റെ ജീവന് എന്തോ ഒരു ആപത്തുണ്ടെന്ന് ഒരു തോന്നല്. അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല, തോന്നലാണ്. പക്ഷെ ഭഗവാന് മുന്നിലിരിക്കുമ്പോ എനിക്ക് വരുന്ന പല തോന്നലുകളും പിന്നെ സത്യമായിട്ടുണ്ട്. ആ പേടി കൊണ്ടാ ഞാൻ പറയുന്നേ. ഏട്ടൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വരുണിനെ അല്ലേ? അതെനിക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് മോളുടെ മനസ്സിൽ തോന്നിയ പേടിയില്ലേ, അതങ്ങ് നുള്ളിക്കളഞ്ഞേക്ക്. ഏട്ടൻ വരുണിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഏട്ടനൊന്നും സംഭവിക്കാതെ വരുണിനെ ആരും തൊടില്ല. എന്നാ അത് മതി. പിന്നെ ഇനി ഇവിടെ നിൽക്കുന്ന ഏട്ടത്തി കണ്ട എന്റെ യാത്ര ഇപ്പൊ കെങ്കേയും ആവും. ഞാൻ പോയിക്കോട്ടെ. മോളെ, വല്ലാണ്ട് മനസ്സിൽ സങ്കടം തോന്നിയ ഏട്ടൻ വിളിക്കും കേട്ടോ നിന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.